ടോപ്പ് എൻഡ് ആണോ? ടോപ്പ് എൻഡ് ZXi പ്ലസ് ആണ്. ZXi പ്ലസ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 7000. വെറും 7000. എത്ര നാൾ വരെ അണ്ടർ വാറണ്ടി ഉണ്ടാവും? 27 വരെ ഉണ്ട്. 27 വരെ അണ്ടർ വാറണ്ടി കിടക്കുന്നതാണ്. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. 25,000 രൂപ അടച്ചാൽ എടുക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. 25,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അല്ലേ? എവിടെയാണെങ്കിലും ഇന്ത്യ. നിങ്ങൾക്ക് വണ്ടി പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ റോഡ് സൈഡ് അസിസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും വണ്ടിക്ക്? ഹിസ്റ്ററി എല്ലാം ക്ലിയർ ആണ്. ഡീസലോ മാനുവലോ? ഡീസലോ പെട്രോളോ? ഡീസൽ മാനുവൽ LDI ഓപ്ഷൻ ആണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാമല്ലോ? ചെയ്യാൻ പറ്റും. 50,000 താഴെ നമുക്ക് 3 രൂപയൊക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇത് എത്ര ഓടിയുണ്ട് വണ്ടി? ഇത് 68,000 കിലോമീറ്റർ മാത്രം ഓടി. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. ZX ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ജെന്യൂൻ വണ്ടിയാണ്. റീപ്ലേസോ ആക്സിഡൻസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇത്ര നേരം കണ്ട വണ്ടിയൊന്നും റീപ്ലേസ്മെന്റ് ആക്സിഡൻസ് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കമ്പനി തന്നെ ചെയ്താണ്. അപ്പൊ ഹിസ്റ്ററിയിലുണ്ടാവും. ഹിസ്റ്ററിയിലുണ്ട്. 28 വരെയൊക്കെ വാറണ്ടി ഉണ്ടാവും. വാറണ്ടി ഉണ്ട്. പിന്നെ ഇവരുടെ വാറണ്ടി ഉണ്ടാവും അല്ലേ? നമ്മുടെ വാറണ്ടി കൊടുക്കണം. ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ ഈ വണ്ടി എടുക്കാം അല്ലേ? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി അരുൺ. അങ്ങനെ നമ്മുടെ ചാനൽ പാലക്കാട് ജില്ലയിലും വന്നിരിക്കുകയാണ്. പാലക്കാട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറ മോട്ടോഴ്സ് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് കാർ ആൻഡ് ബൈക്കിൻ്റെ ഷോറൂമിലാണ്. പ്രീ ഓൺഡ് കാർ ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ മുണ്ടൂർ പന്നിയമ്പടം. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുടെ പേര് പറഞ്ഞു? വിഷ്ണുദാസ് ആണ് ഇന്ന് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാർ ആൻഡ് ബൈക്കിൻ്റെ മറ്റ് പല ജില്ലകളിലുള്ള ഷോറൂമിലെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ ഓഫറുകൾ ഉള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഓഫറുകൾ ഉണ്ടല്ലോ? എന്താണ് നമുക്ക് കാർ ആൻഡ് ബൈക്ക് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 2 ഇയേഴ്സിന്റെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 ഇയറിന്റെ RSA കൊടുക്കുന്നുണ്ട്. റോഡ് സൈഡ് അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അല്ലേ? എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വണ്ടി പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ റോഡ് സൈഡ് അസിസ്റ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ്? അത് മാത്രമല്ല നമ്മൾ എല്ലാ ബ്രാൻഡ് വെഹിക്കിൾസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് ഒരു ഇത്. മഹീന്ദ്ര എന്ന് കാണുമ്പോൾ മഹീന്ദ്ര മാത്രമല്ല എല്ലാ കാറ്റഗറി എല്ലാ ബ്രാൻഡ് വെഹിക്കിൾസും അവൈലബിൾ ആണ്. അതെ. പിന്നെ പറയാനുള്ളത് നമുക്ക് ഫിനാൻസിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ ഓൾ കേരള നമുക്ക് 80-85-90% ഒക്കെ ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഓൾ കേരള. അതെ, ഓൾ കേരള ചെയ്യാൻ പറ്റും അല്ലേ? അതെ, എല്ലാവരുടെയും ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക്. ഓക്കെ. വീഡിയോയിൽ കാണാത്ത വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാലോ? അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കസ്റ്റമേഴ്സിന് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഉള്ള ഷോറൂമിലെ വണ്ടികൾ മാത്രം നമുക്കൊന്ന് കാണിച്ചു പോവാം. ആദ്യം നമുക്ക് താറിൽ നിന്ന് തുടങ്ങാം അല്ലേ? അതെ. താറ് ഇത് ഏതാ മോഡൽ? താറ് 2023 മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. 45,000 ഓടിയ ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് 43,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അതെ. യെസ്. ഇത് 4 വീലാണോ 2 വീലാണോ? 2 വീൽ ഡ്രൈവ്. 2 വീൽ ഡ്രൈവ് ആണ് വരുന്നത്. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും വണ്ടിക്ക്? ഹിസ്റ്ററി എല്ലാം ക്ലിയർ ആണ്. ഇവിടെ നിന്ന് എടുത്ത വണ്ടിയാണ്. പട്ടാമ്പി രജിസ്ട്രേഷൻ വണ്ടിയാണ്. KL52 അല്ലേ? അതെ, പട്ടാമ്പി വണ്ടിയാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ എടുത്ത വണ്ടിയാണ്. ഫുൾ സർവീസ് ഇവിടെ തന്നെ ചെയ്ത വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ വില പറയുന്നതിന്? ഇത് നമ്മൾക്ക് 13 lakhന് കൊടുക്കാം. 13 lakh 13 ലക്ഷത്തിന്. 13 ലക്ഷം ലാസ്റ്റ് പ്രൈസ് ആണോ? അല്ല, ചെറിയൊരു നെഗോസിയേഷൻ ഉണ്ടാവും അല്ലേ? അതെ. നമ്മുടെ ചാനലിൽ പറയുമ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും അല്ലേ? പ്ലസ് നമുക്ക് ഇതിന്റെ കമ്പനി വാറന്റിന് 23 അണ്ടർ വാറന്റി കിടക്കുന്നതാണ്. എത്ര നാൾ വരെ അണ്ടർ വാറന്റി ഉണ്ടാവും? 27 വരെ ഉണ്ട്. 27 വരെ അണ്ടർ വാറന്റി കിടക്കുന്നതാണ്. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് നമുക്ക് 85-90% ലോൺ ചെയ്യാൻ പറ്റും. 13 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര അടയ്ക്കേണ്ടി വരും? 1 ലക്ഷം ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഫിനാൻസ് ചെയ്ത്. അടുത്ത മഹീന്ദ്രയുടെ തന്നെ 500 2018 മോഡലാണ്. 18 മോഡൽ ടോപ്പ് എൻഡ് ആണെന്ന് തോന്നുന്നു. ടോപ്പ് എൻഡ് W11 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. W11 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. എത്ര ഓടിയുണ്ട്? ഓൾ വീൽ ഡ്രൈവ് ആണ്. നമ്മളിത് കോട്ടിംഗ് പ്രൈസ് നമുക്കൊരു 12 രൂപയ്ക്ക് കൊടുക്കാം. 12 ലക്ഷം. 12.4 കോടിക്ക് 12 രൂപയ്ക്ക് കൊടുക്കാം. 12 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ. ഇത് എത്ര ഓടിയുണ്ട് വണ്ടി? ഇത് 68,000 കിലോമീറ്റർ മാത്രം ഓടി. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. ഫുള്ള് ഹിസ്റ്ററി ഒക്കെ ഉള്ളതായിരിക്കുമല്ലോ? ഹിസ്റ്ററി ഉള്ളതാണ്. ഏകദേശം 1 ലക്ഷം ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഇതും ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. W11 ആയതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അലോയ് വീല്, സൺറൂഫ് ഉൾപ്പെടെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നതാണ്. ആ സൈഡിൽ മിററിന്റെ കപ്പ് ഉണ്ട്. അത് നിങ്ങൾ ശരിയായി കൊടുക്കും? അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അടുത്തത് ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റ 2016 മോഡൽ. ഓക്കെ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ZX ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര? 1,07,000 കിലോമീറ്റർ ഓടിക്കണം. 17 ഓടിയിട്ടുണ്ട്. ഓക്കെ. എറണാകുളം വണ്ടിയാണ്. ഇപ്പൊ സെക്കൻഡ് ഓണർ പാലക്കാടാണ്. ലൈവില് സെക്കൻഡ് ഓണർ. അപ്പോൾ ഇതും പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തിരുന്ന വണ്ടിയാണ് അല്ലേ? അതെ. അവര് ടൊയോട്ട നിപ്പോണിലായിരുന്നു സർവീസ് ഫസ്റ്റ്. പിന്നെ ഇതിപ്പോ അമാനി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെ മുണ്ടൂർ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ്? ഇത് റേറ്റ് വരുന്നത് നമുക്ക് 16 ലക്ഷം. 16 ലക്ഷം രൂപ വരും അല്ലേ?
ഓക്കെ ഓക്കെ ഡയലോഗ് നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയില്ല. അപ്പോൾ 16 ലക്ഷം അല്ലേ? 16 ലക്ഷമാണ്. ഇതിനും ടൊയോട്ടയുടെ വണ്ടിക്കൊക്കെ എത്ര മാക്സിമം ഫിനാൻസ് കയറുമോ? ഇത് നമുക്ക് 13 ലക്ഷം IDV ഉള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് മാക്സിമം IDVന്റെ 90% നമുക്കൊക്കെ വാല്യൂഷൻ എന്തായാലും കയറില്ലോ, ടൊയോട്ട വണ്ടി ആയിരുന്നു. അത് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം കേട്ടോ, അപ്പോഴാണ് നിങ്ങൾക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുക. 750 വേണ്ടേ? 750 750 700 750 ഒക്കെ ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ ഇത് കയറുള്ളൂ. അപ്പൊ ഇത് കൊച്ചി രജിസ്ട്രേഷൻ വണ്ടിയാണ്, കൊച്ചി വണ്ടിയാണ്. 369 ആണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ നമ്പർ ആയേനെ, ഇതിപ്പോ 309 ആണ്. ഓക്കെ. പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് വീണ്ടും മഹീന്ദ്രയുടെ 500 ആണ്. ഇത് ഏതാ മോഡൽ? ഇത് 2014 മോഡല് മാനുവൽ ഡീസലാണ്. മാനുവൽ ഡീസൽ W8 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 1.36 ഓടി, 1,36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ജെന്യൂൻ വണ്ടിയാണ്. റീപ്ലേസോ ആക്സിഡൻസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇത്ര നേരം കണ്ട വണ്ടിയൊന്നും റീപ്ലേസ്മെന്റ് ആക്സിഡൻസ് ഒന്നുമില്ല. എല്ലാം സർട്ടിഫൈഡ്സ് കാറായിരിക്കും. നമ്മുടെ ഇവിടുത്തെ വണ്ടികൾക്ക് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്, ഫ്ലഡ് എഫക്റ്റഡോ റീപ്ലേസ് ഒന്നുമില്ല. എല്ലാം സിംഗിൾ ഓൺഷിപ്പ് വരുന്നതാണ്. ഈ ക്രിസ്റ്റ മാത്രം സെക്കൻഡ് ഓൺഷിപ്പ്. അപ്പൊ ഇതിന്റെ വില എത്ര? ഇത് നമ്മൾ കോട്ടിംഗ് പ്രൈസ് 5,25,000 രൂപ. 5,400 2014 W8. 2014 തൊട്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റുമല്ലോ? ഇതും ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം 5 lakh ഒക്കെ ലോൺ ചെയ്യാൻ പറ്റുന്ന 25,000 രൂപ അടച്ചാൽ എടുക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. 25,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മാനുവൽ അല്ലേ? ഡീസൽ മാനുവൽ. ഓക്കെ. അപ്പോൾ നമുക്ക് 13 തൊട്ടാണോ 14 തൊട്ടാണോ ഫിനാൻസ് ചെയ്യാൻ പറ്റും? 12 തൊട്ടും ചെയ്യുന്നുണ്ട്. 12 തൊട്ട് എന്ന് പറയുമ്പോൾ 2 വർഷമൊക്കെ കിട്ടുള്ളൂ. ചെയ്യാം. അതല്ല, അങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ടവർക്ക് നമുക്ക് അതും ചെയ്തു കൊടുക്കുന്നതാണ് അല്ലേ? ഒരു 3 വർഷമൊക്കെ ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 13 മുതലൊക്കെ ഉള്ള മോഡലാണ് ചെയ്യാൻ പറ്റും. എല്ലാ ബാങ്കും അതേപോലെ എല്ലാ ഫിനാൻസ് ടീമും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. മഹീന്ദ്ര നമുക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാം. എല്ലാം ചെയ്യാം. ഡോക്യുമെന്റ്സ് പാൻ കാർഡ്, ആധാർ കാർഡ്, ലാൻഡ് ടാക്സ്, അതേപോലെ ലോണിന്റെ ഒരു മാക്സിമം സിബിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സിബിൽ ഇല്ലാത്തവർക്കും നമുക്ക് അത്യാവശ്യം ചെയ്തു കൊടുക്കുന്ന ടീംസ് ഉണ്ട്. അത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും, പക്ഷെ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കണം. മോഡൽ കൂടിയ വണ്ടിക്ക് IT ഫയൽ ചെയ്യണവർക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്യുമെന്റേഷൻ കുറവായിരിക്കും, നോക്കിയിട്ട് ചെയ്താൽ. അപ്പോൾ ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡിസയർ കിടക്കുന്നുണ്ട് അല്ലേ? ഡിസയർ ആണോ സ്വിഫ്റ്റ് ആണോ? ഇത് ഡിസയർ ആണ്. ഓക്കെ. പുറകുവശം കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഡിസയർ ഇത് 2012 സിംഗിൾ ഓണർ വണ്ടി. ഡീസലോ മാനുവലോ? ഡീസലോ പെട്രോളോ? ഡീസൽ മാനുവൽ LDI ഓപ്ഷൻ ആണ്. LDI ഓപ്ഷനിലാണ്. 2012 വണ്ടി. 12 വണ്ടി അല്ലേ? ഓക്കെ. എത്ര ഓടി ഉണ്ട് ഇത്? 1,45,000 കിലോമീറ്റർ. 45 ഓടി. ഡീസൽ ആയതുകൊണ്ട് നല്ലപോലെ ഡീസലാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ് അല്ലേ? നല്ല വണ്ടിയാണ്. മേജറായിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. മേജറായിട്ട് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്, ഫുൾ കവർ ആണ്. ഇൻഷുറൻസ് ഇപ്പൊ തീരാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പുതിയ എടുത്ത് കൊടുക്കുന്നു. അതെ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ തേഞ്ഞ ടയറൊക്കെ ആണെങ്കിലും അതൊക്കെ മാറ്റി അത്യാവശ്യം കസ്റ്റമറിനെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യണ പോലെ നമ്മൾ എന്താ നോക്കിയിട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് എത്ര വില? ഇത് 2,60,000 രൂപയ്ക്ക് കൊടുക്കാം. 2,60,000 അല്ലേ? ഇതൊക്കെ ലാസ്റ്റ് പ്രൈസ് ആണോ? അല്ലല്ലോ, ചെറുവണ്ടികളിലൊന്നും വലിയ നെഗോസിയേഷൻ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ വലിയ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ അഡ്ജസ്റ്റ് കൂടിയ വണ്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കസ്റ്റമറിനൊരു നമുക്ക് ഓഫർ കൊടുക്കുന്ന പോലെ ചെയ്തിട്ട് ഇതിൽ വാറണ്ടി കാര്യങ്ങൾ ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാരണം റേറ്റ് നമുക്ക് 7 yearsനുള്ളിലുള്ള വണ്ടി 2014-15 തൊട്ടൊക്കെ നമുക്ക് RSA കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം 7 yearsനുള്ളിൽ നമുക്ക് ഈ വാറണ്ടി സർട്ടിഫൈ ചെയ്ത് കൊടുക്കാം. 31st പ്ലസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് 2,60,000 അല്ലേ? അതെ, ഇത് 2,60,000 നോക്കിയിട്ട് ഫിനാൻസ് നോക്കാം അല്ലേ? അതെ, ഫിനാൻസ്. അടുത്ത ഡിസയർ വീണ്ടും ഡിസയർ 2015 16 രജിസ്ട്രേഷൻ പെട്രോൾ മാനുവൽ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 91,000 ഓടിയിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. VXI ആണ് വേരിയന്റ്. അതെ. അപ്പോൾ വില? ഇത് വില വരുന്നത് 3,65,000 രൂപയ്ക്ക് കൊടുക്കാം. 3,65,000 ആണ്. ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാമല്ലോ? ചെയ്യാൻ പറ്റും. 50,000 താഴെ നമുക്ക് 3 രൂപയൊക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ബ്രസ 2019 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ZA ആണ്. സിംഗിൾ ഓണർ ആണ്. 1,36,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഇതില് റീപ്ലേസ്മെന്റ് ഉണ്ട്. നമുക്ക് ബോണറ്റും ഇതിന്റെ സ്ട്രക്ചറൽ ബോണറ്റും ഗ്ലാസും ഒരു ഡോർ റീപ്ലേസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. കമ്പനി തന്നെ ചെയ്താണ്. ഹിസ്റ്ററിയിലുണ്ട്.
മേജർ ആയിട്ടുള്ള മേജർ ആയിട്ടൊന്നുമില്ല, മേജർ ഇല്ല. ഈ പാർട്സ് റീപ്ലേസ് ഉള്ള ഈ ബോണറ്റ്, അതേപോലെ ഗ്ലാസ്, ഒരു ഡോർ ഫ്രണ്ടിലെ ഡോറാണ്. വണ്ടി എഞ്ചിനോ വേറെ ഇതായിട്ടൊന്നും പ്രശ്നമില്ല, ഫുൾ കമ്പനി സർവീസുമാണ്. ഓക്കെ. അപ്പോൾ വില എത്ര പറഞ്ഞു? ഇത് 7 ലക്ഷം രൂപ കൊടുക്കും. 7 ലക്ഷമാണ് പറയുന്നത് അല്ലേ? ഓക്കെ. ഫിനാൻസ് ചെയ്യാൻ പറ്റുമല്ലോ? ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്തത് സെലേറിയോ അല്ലേ? ആ ലേറ്റസ്റ്റ് വണ്ടി സെലേറിയോ, ന്യൂ ഷേപ്പ് സെലേറിയോ അല്ലേ? ന്യൂ ഷേപ്പ് 2024 വണ്ടിയാണ്. 24 മോഡൽ. ടോപ്പ് എൻഡ് ആണോ? ടോപ്പ് എൻഡ് ആണോ? ടോപ്പ് എൻഡ് ZXi പ്ലസ് ആണ്. ZXi പ്ലസ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 7000. വെറും 7000. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. അപ്പോൾ ഇത് കമ്പനി അണ്ടർ വാറണ്ടി കിടക്കുന്ന വണ്ടിയായിരിക്കും. കമ്പനി അണ്ടർ വാറണ്ടി കിടക്കുന്നതാണ്. എത്ര വർഷത്തേക്ക് ഉണ്ടാവും വാറണ്ടി? കമ്പനി മാരുതി 3 years തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 25, 26, 25 രജിസ്ട്രേഷൻ ഉണ്ട്. സോ അത് കാരണം നമുക്ക് വാറണ്ടി ഉണ്ട്. നമ്മുടെ വാറണ്ടി കൊടുക്കണം. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റ്, അങ്ങനെ എല്ലാം കൂടി ഉള്ള ഒരു വണ്ടിയാണ് സെലേറിയോ. 2025 രജിസ്ട്രേഷൻ, 24 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി. ഓക്കെ. ഇതിന് വേറെ മേജർ ഇഷ്യൂസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ വില എത്ര? ഇത് നമുക്ക് 6.4 വരും. 6,25,000 അല്ലേ? മാക്സിമം ഫിനാൻസ് കയറും? മാക്സിമം കയറും അല്ലേ? അപ്പോൾ നിങ്ങളുടെ സിബിലൊക്കെ അനുസരിച്ച് മാക്സിമം ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ ഈ വണ്ടി എടുക്കാം അല്ലേ? അതെ. അപ്പോൾ ഇനി ഏതൊക്കെ വണ്ടികൾ നമുക്ക് വരാനുണ്ട്? ഇനി നമുക്ക് വരാനുള്ളത് ഇനിയും 500 വരാനുള്ളത്, 7 സീറ്ററിൽ വരാനുണ്ട്. അതേപോലെ സ്വിഫ്റ്റ്, ബലീനോ എല്ലാം ഉണ്ടല്ലേ? അങ്ങനത്തെ വണ്ടികളെല്ലാം വരാനുണ്ട്. ബൊലോറോ ഒന്ന് വരാനുണ്ട്. വണ്ടി കാണാത്ത വണ്ടിയാണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യുന്നതാണ്. 7 സീറ്റർ ഒക്കെ വേണ്ടവർക്ക് നമുക്ക് ഇപ്പോൾ ലൈവിലുള്ള വണ്ടികൾ ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ചെറിയൊരു ഇനോവ അറേഞ്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വരുന്നതാണെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വണ്ടി വാങ്ങിക്കാനല്ല, വണ്ടി കൊടുക്കാണ്ടെങ്കിലും വിളിക്കാം. നമ്മൾ ഡയറക്റ്റ് പർച്ചേസും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് വാല്യൂഷൻ ചെയ്തെടുക്കും? നമ്മൾ അവിടെ നിന്ന് വാല്യൂഷൻ ചെയ്യുന്നതാണ്. വണ്ടി എവിടെയുള്ള അവിടെ ചെന്ന് വാല്യൂഷൻ ചെയ്തെടുക്കും അല്ലേ? എക്സ്ചേഞ്ച് ഓപ്ഷൻ അവൈലബിൾ ആണോ? എക്സ്ചേഞ്ച് ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ വന്ന് വണ്ടി നോക്കിയാണ് അവർക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ നമുക്ക് അതും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡെലിവറി ഓപ്ഷൻ ഉണ്ടോ? ഡെലിവറി, ഹോം ഡെലിവറി നമ്മൾ ചെയ്ത് കൊടുക്കാം. മീൻസ് ഒരു 10 കിലോമീറ്റേഴ്സ്, ഒരു 20 കിലോമീറ്റേഴ്സിനുള്ളിലൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ്. അപ്പോൾ വണ്ടി വന്ന് നിങ്ങൾ നോക്കണം. വണ്ടി വന്ന് നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇവർക്ക് മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യാമല്ലോ? മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കൊടുക്കാം. നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നമ്മുടെ സൈഡിൽ നിന്ന് ഇത് ഇപ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളവരും മാക്സിമം നമ്മൾ സർട്ടിഫൈഡ് 100% സർട്ടിഫിക്കേഷൻ ചെയ്യാൻ കാരണം, ഇതൊക്കെ വാറണ്ടി കൊടുക്കാൻ കാരണം നമ്മൾ അത്രയും ക്വാളിറ്റി വണ്ടികൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമേഴ്സിന് മാക്സിമം എല്ലാ നമ്മുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് അവർക്ക് അറിയാവുന്നതാണ്. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. അതിനകത്ത് മറ്റേ ഇതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് റിവ്യൂവും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്, നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ നേരിട്ട് വരിക. ലൊക്കേഷൻ, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ വാറണ്ടി, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. എപ്പോഴും ഉള്ള ഓഫർ ആണല്ലേ? ലിമിറ്റഡ് അല്ല, നമുക്ക് ലൈഫ് ടൈം ഉള്ള ഇതാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ മുണ്ടൂര് പന്നിയമ്പടമാണ് സ്ഥലം വരുന്നത്. പാലക്കാട് ഭയങ്കര ചൂടാണെന്നൊക്കെ പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും ചൂട് കൂടുതലുള്ള സ്ഥലം മുണ്ടൂര്. ഇന്നിപ്പോൾ ഇച്ചിരി മഴക്കാറുള്ള ആശ്വാസം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ. പേര് ഞാൻ മറന്നു. വിഷ്ണു ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.